നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എ റഹീം ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ ഛത്തീസ്ഗഡിൽ നടത്തിയ നാടകത്തിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാർ ഒരുങ്ങുന്നു. ഇടതു വലത് മുന്നണികൾ BJPക്കെതിരെ നടത്തിയ നാടകത്തിൽ പാവം ക്രൈസ്തവ സഭാ നേതാക്കൾ വീണു. കേരളത്തിലെ ലുട്ടാപ്പികൾ ഛത്തീസ്ഗഡിലെത്തി പോലീസും ഭരണകൂടവുമായി ഉടക്കിയതോടുകൂടി കന്യാസ്ത്രീമാർ ശരിക്കും പെട്ടു. കന്യാസ്ത്രീമാർക്ക് വേണ്ടി സംസാരിച്ച രാജീവ് ചന്ദ്രശേഖറിന് പോലും മിണ്ടാൻ കഴിയാത്ത സാഹചര്യം. കേരളത്തിലെ BJPയോട് ഇക്കാര്യത്തിൽ ഇനി മിണ്ടിപ്പോകരുത് എന്നാണ് RSS നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ കേസ് കേന്ദ്ര ഏജൻസിയുടെ പരിധിയിലേക്ക് എത്തി എന്നാണ് ഇടത് വലത് നേതാക്കൾ നൽകിയ നേട്ടം. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം തുടങ്ങിയ ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയ കേസിലെ കേന്ദ്ര ഏജൻസികളുടെ രംഗപ്രവേശനം ഏറെ നിർണായകമാകും. കന്യാസ്ത്രീകളുടെ മോചനം അടക്കമുള്ള വിഷയങ്ങളിലെ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം വരെ കന്യാസ്ത്രീകളെ ഇറക്കാൻ BJPയുടെ കേരള നേതാക്കൾ ശ്രമിച്ചിരുന്നു. കന്യാസ്ത്രീകളുടെ ജാമ്യം പരിഗണിച്ച സെഷൻസ് കോടതിയിലാണ് കേസ് NIA കോടതിയിലേക്ക് വിട്ടത്. മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ഉള്ളതിനാലാണ് ഈ തീരുമാനം എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്കൊപ്പം കണ്ടെത്തിയ ഒരു പെൺകുട്ടി നിർബന്ധമായാണ് കൊണ്ടുപോകുന്നത് എന്ന മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം പരാതിക്കാരനായ ബജ്രംഗ് ദൾ പ്രവർത്തകൻ രവി നിഗമന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് ബിലാസ്പൂരിലെ ഹൈക്കോടതിയുടെ ഭാഗമായുള്ള NIA കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ച ജാമ്യ ഹർജി തള്ളിയത്. അതായത് ഇതൊരു ജുഡീഷ്യൽ തീരുമാനമാണ്. ഹർജി പരിഗണിക്കാൻ എടുക്കുന്നതിന് മുൻപ് തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകർ സെഷൻസ് കോടതിക്ക് മുന്നിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം ലഭിക്കില്ല, ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്, കേന്ദ്ര ഏജൻസി ഇക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് സമാനമായ വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഇതോടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ജയ് ശ്രീറാം മുഴക്കിയാണ് ഇവർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ കൂടി എത്തുന്നതോടുകൂടി ഗൗരവമായ കേസായി ഇത് മാറും. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. സംഭവം മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ആയിരുന്നില്ല എന്ന BJPക്ക് വിശ്വാസമുണ്ടെന്നും 2 കന്യാസ്ത്രീകൾക്കൊപ്പം BJP ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി പ്രതിനിധി അനൂപ് ആന്റണി രാവിലെ അവിടെ എത്തുകയും കൂടിക്കാഴ്ചയും പത്രസമ്മേളനവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2 കന്യാസ്ത്രീകളും പുറത്തെത്തുന്നതുവരെ BJP അവരോടൊപ്പം ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ മൂലമുണ്ടായ വിഷയമാണ് എന്ന് 100% ഉറപ്പുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ നിയമപ്രകാരം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നതാണ് താൻ മനസ്സിലാക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് അവിടെ മതപരിവർത്തന നിരോധന നിയമം ഉള്ളത് എന്നും രാജീവ് പറയുന്നു. അവിടെ മനുഷ്യക്കടത്തുണ്ട്, അതിനാലാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ നിയമം കൊണ്ടുവന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് സമുദായമാണെങ്കിലും നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും പരിഹരിക്കാൻ BJP മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. മറ്റു പാർട്ടികൾ ഇവരുടെ വിഷയവും വേദനയും ഉപയോഗിച്ച അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും വ്യക്തമാക്കി. കോൺഗ്രസിന്റേത് അവസരവാദ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കും വരെ ഒപ്പം ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുമ്പോഴും സംഘപരിവാർ സംഘടനകളുടെ നിലപാട് അതിന് എതിരാണ്. മതപരിവർത്തന ആരോപണം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നും കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ BJP ദേശീയ നേതൃത്വത്തിനോ ഛത്തീസ്ഗഡ് സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ അത്തരമൊരു നിലപാട് ഇല്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവർക്കെതിരെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസെടുക്കുന്നത് പതിവാണ്. BJP നേതൃത്വം ക്രൈസ്തവ സഭകളുമായി അടുക്കാൻ 18 അടവും പയറ്റുന്നതിനിടയിലാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടായത്. കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ എല്ലാ സഹായവും ഒരുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. പിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു. എന്നാൽ ഈ നടപടികളോട് എതിർപ്പും ഉയരുകയുണ്ടായി. സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നീക്കങ്ങളോട് ദേശീയ നേതൃത്വമോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാത്തത് സംസ്ഥാന BJP ത്രിശങ്കുവിലാക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്ന സംഘപരിവാറിന്റെ നിലപാടിന് വിരുദ്ധമാണ് രാജീവ് ചന്ദ്രശേഖറുടെ നിലപാട്. ഇതിലാണ് സംഘപരിവാർ സംഘടനകൾ അസ്വസ്ഥത വളരുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റോ സഭകളുടെ ഉണ്ടായിരുന്ന ഊഷ്മള ബന്ധം തകർന്നുവെന്ന BJP നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. സർവോപരി വിശ്വാസ തകർച്ച നേരിടുന്നുവെന്ന് സഭാ നേതാക്കളും തുറന്നു പറയുന്നു. കേക്കും
കെട്ടിപ്പിടുത്തവും ഇവിടെ നടത്തുന്നവരുടെ പാർട്ടി തന്നെ കൈവിലങ്ങും കൊടുക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് മറുപടി പറയാനാവാതെ വട്ടം കറങ്ങുകയാണ് സംസ്ഥാന BJP. ഛത്തീസ്ഗഡിൽ ഗോത്രങ്ങളുടെ നിയമവിരുദ്ധ മതപരിവർത്തന കേസ് പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് ക്രിസ്ത്യൻ കൂട്ടുകെട്ട് മനുഷ്യക്കടത്തിൽ ഉൾപ്പെട്ട 2 കന്യാസ്ത്രീകളെയും അവരുടെ മറ്റൊരു കൂട്ടാളിയെയും സംരക്ഷിക്കുകയും നിയമത്തിന്റെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം അപലപനീയവും ആശങ്കാജനകവുമാണ് എന്ന് സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേന്ദ്ര ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൽ അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരനും ബാധകമാണ് എന്നാണ് എതിരാളികൾ പറയുന്നത്. അറസ്റ്റിനെതിരെ സഭകളുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങി പരസ്യ പ്രതിഷേധം തുടങ്ങിയതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് വല്ലാത്ത അവസ്ഥയാണ്. കേരളത്തിൽ നിന്നുള്ള BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരും മിണ്ടിയിട്ടില്ല. മുഖം രക്ഷിക്കാൻ നെട്ടോട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും. ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗം BJPക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതിനിടെ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേരള BJP നേതൃത്വത്തിനെതിരെ RSS രംഗത്ത് വന്നു. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ കേരളത്തിലെ BJP വേവലാതിപ്പെടേണ്ടെന്നും ഛത്തീസ്ഗഡിൽ നിയമവും നീതിയും നടപ്പിലാക്കാൻ ഒരു സർക്കാർ ഉണ്ട് എന്നും മുതിർന്ന RSS മുതിർന്ന നേതാവ് K. ഗോവിന്ദൻകുട്ടി പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റിന് കമന്റായിട്ടായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ മറുപടി. നാരായൺപുരിയിൽ നിന്ന് 2 സ്ത്രീകളെ ഒരു പുരുഷനോടൊപ്പം ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്തിനാണ് എന്ന് ഗോവിന്ദൻകുട്ടി ചോദിക്കുന്നുണ്ട്. നക്സൽ മേഖലയിൽ കന്യാസ്ത്രീകൾക്കുള്ള ബന്ധം അന്വേഷണ വിധേയമാക്കാമെന്നും കേരളത്തിലെ ഈ ദുർഭരണത്തിനും വിലക്കയറ്റത്തിനും എതിരെ ശക്തമായ പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് BJP ചെയ്യേണ്ടതെന്നും ഗോവിന്ദൻകുട്ടി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കേരള BJPയുടെ നിലപാടിനെതിരെ ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും എതിർക്കുമെന്നും അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണ് എന്നുമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവന. ബജ്രംഗ് ദൾ ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം നടന്ന ദിവസം പാർട്ടിയെ ബന്ധപ്പെട്ടു. അന്നു മുതൽ അവർക്ക് നീതി ലഭിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായാണ് അനൂപ് ആന്റണിയെ അയച്ചത് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് RSSും ഹിന്ദു ഐക്യവേദിയും രംഗത്തു വന്നത്. സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരോധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നതിന് നിരവധി തെളിവുകൾ ജനാധിപത്യ ഭാരതത്തിലുണ്ട്. ജനസംഘ പ്രതിപക്ഷ സഖ്യമായിരുന്ന ജനതാ പാർട്ടിയിൽ ലയിച്ച് 1977 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കാലത്ത് തന്നെ ക്രിസ്ത്യാനികളെ ലക്ഷ്യമാക്കി സ്വകാര്യ മതസ്വാതന്ത്ര്യത്തിൽ ബില്ല്, അതായത് ഫ്രീഡം റിലീജിയൻ ബില്ല് 1978 പാർലമെന്റിൽ അവതരിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. ജനസംഘം പ്രവർത്തകനായ OP ത്യാഗനായിരുന്നു ലോക്സഭയിൽ 1978 ഡിസംബറിൽ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചത്. ഈ ബില്ലിനെതിരെ നഖശിഖാന്തം പോരാടിയത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായ വയലാർ രവി, VM സുധീരൻ, AC ജോർജ് എന്നിവരായിരുന്നു. CPMന്റെ പിന്തുണയോടെയാണ് ജനതാ സർക്കാർ അധികാരത്തിൽ തുടരുന്നത്. ബില്ലിനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചപ്പോൾ CPM ബില്ലിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് മഠത്തിൽ നിന്ന് OP ത്യാഗി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ബലം പ്രയോഗിച്ചോ പ്രലോഭിപ്പിച്ചോ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ മതം മാറ്റുന്നത് തടയണമെന്നായിരുന്നു ബില്ലിന്റെ കാതൽ. ഇപ്പോഴും സമാനമായ അരക്ഷിതാവസ്ഥയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സജീവമായി നിലനിൽക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ബില്ലിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. സഭാധ്യക്ഷന്മാരും മദർ തെരേസ അടക്കമുള്ളവർ നൽകിയ പരാതികളോട് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാടാണ് മൊറാർജി ദേശായി സ്വീകരിച്ചത്. ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് OP ത്യാഗിയുടെ സ്വകാര്യ ബില്ല് നിയമം പാസ്സാകാതെ പോയത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 2014 മുതൽ 2025 ജൂൺ 30 വരെ 4694 അതിക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടന്നുവെന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. പരമാവധി ജീവപര്യന്തം, കനത്ത പിഴ എന്നിവയോടെ നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് എതിരായ നിയമം കൂടുതൽ കടുപ്പമേറിയതാകുന്നതാണ് UP നിയമസഭ പാസാക്കിയ ബില്ല്. നിയമമാകുന്നതോടുകൂടി ഈ കുറ്റത്തിന് രാജ്യത്തെ ഏറ്റവും കടുപ്പമേറിയ ശിക്ഷാ വ്യവസ്ഥകൾ പ്രാബല്യത്തിലുള്ള സംസ്ഥാനമാകും UP. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, സ്ത്രീകൾ, പിന്നാക്ക വിഭാഗക്കാർ എന്നിവരെ വിശദീകരിച്ചും മറ്റും മതപരിവർത്തനം നടത്തുന്നതിന് കനത്ത ശിക്ഷ നൽകി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. കുറ്റക്കാരാകുന്നവർ നിയമവിരുദ്ധമായ മതപരിവർത്തനത്തിന് വിധേയരായവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന വ്യവസ്ഥയും വരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും കന്യാസ്ത്രീകളുടെ കേസ് NIA കോടതിയിലേക്ക് വിട്ടിട്ടുണ്ട്. രാമജന്മഭൂമി പ്രശ്നം ആരംഭിക്കുന്നതിനുള്ള പല കാരണങ്ങളിൽ ഒന്ന് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരം നടന്ന മതപരിവർത്തനം തന്നെയാണ്. മീനാക്ഷിപുരം മതപരിവർത്തനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSനും BJPക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നൂറുകണക്കിന് പിന്നാക്ക സമുദായക്കാർ മുസ്ലിങ്ങളായി മാറി. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു
ഒരു ഗ്രാമമാണ് മീനാക്ഷിപുരം. നൂറുകണക്കിന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കൾ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനം നടത്തിയ സംഭവമാണ് മീനാക്ഷിപുരം മതപരിവർത്തനം എന്ന പേരിൽ പ്രസിദ്ധമായി അറിയപ്പെടുന്നത്. ഈ സംഭവം ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. 1100 പട്ടികജാതിക്കാർ ഒറ്റയടിക്ക് ഇസ്ലാം മതം സ്വീകരിച്ചതായി കണക്കാക്കപ്പെടുന്നു. നിരവധി പ്രസ് റിപ്പോർട്ടർമാരും രാഷ്ട്രീയക്കാരായ അടൽ ബിഹാരി വാജ്പേയി, യോഗേന്ദ്ര മക്വാന എന്നിവരും മീനാക്ഷിപുരം ഗ്രാമം സന്ദർശിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മീനാക്ഷിപുരം മതപരിവർത്തനത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി മീനാക്ഷിപുരം മതപരിവർത്തനത്തിന് എതിരായിരുന്നു. അവർ RSS നേതാക്കളെ കണ്ടു. മീനാക്ഷിപുരം മതപരിവർത്തനത്തിനെതിരെയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇങ്ങനെ വലിയ തോതിൽ മതപരിവർത്തനം നടന്നാൽ ഇന്ത്യയുടെ മതേതര സ്വഭാവം ഇല്ലാതാകുമോ എന്ന് പോലും ഇന്ദിരാഗാന്ധി ഭയന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും ഇന്ത്യ ഇതുവരെ മാറിയിട്ടില്ല എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ജയിലിലായ കന്യാസ്ത്രീക്കെതിരെ ചുമത്തിയത് മതപരിവർത്തന കുറ്റമാണ്. ഇത് ദേശീയ വിരുദ്ധമായതിനാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഇതിനെ ലുട്ടാപ്പി ടീമിന്റെ സംഭാവനയായി മനസ്സിലാക്കാമെന്നാണ് പല വിമർശകരും ചൂണ്ടിക്കാണിക്കുന്നത്.